ശ്രീരാമൻ ഭാരതീയരുടെ വികാരമാണ്. അത് ഇന്നലെയും തുടങ്ങിയതല്ല, സംവത്സരങ്ങളായിട്ടുള്ളതാണ്. എല്ലാവർക്കും അറിയാം, വടക്കേ ഇന്ത്യയിൽ രാജസ്ഥാൻ, ഗുജറാത്ത്, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ സംഭാഷണം അവസാനിപ്പിക്കുമ്പോൾ രാം രാം എന്ന് അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് സാധാരണ ഗ്രാമീണർ അവസാനിപ്പിക്കുന്നത്. അത്രമാത്രം വികാരം ശ്രീരാമനോട് അവർക്കുണ്ട്. അത് ഹിന്ദുക്കളുടെ ഇടയിലും മാത്രമല്ല. ശ്രീ ഫാറൂഖ് അബ്ദുള്ള അടുത്ത അവസരത്തിൽ പറഞ്ഞു, ശ്രീരാമൻ ഹിന്ദുക്കളുടെ മാത്രമല്ല ഇന്ത്യയുടെ മുഴുവൻ സ്വത്താണ്. അതാണ് യഥാർത്ഥ കാഴ്ചപ്പാട്. അപ്പം അങ്ങനെ പറയുന്ന ഒരു മഹത് ആശയത്തെക്കുറിച്ച് ഈ കോൺഗ്രസ്സിന് എന്താ ഇത്ര സംശയം ഉണ്ടാവാൻ കാരണം? ഇന്തോനേഷ്യ, ലോകത്തിലെ ഏറ്റവും അധികം മുസ്ലിങ്ങൾ താമസിക്കുന്ന ഇന്തോനേഷ്യയിലെ വിമാനത്തിൻ്റെ സർവീസ് ഗരുഡ എയർവേസാണ്. അവർക്കതിൽ യാതൊരു അവമാനമില്ലല്ലോ. കൊല്ലങ്ങളായിട്ട്, വർഷങ്ങളായിട്ട് ഗരുഡ എയർവേസ് എന്ന പേരിലാണ് ഇന്തോനേഷ്യ ഇത് പറയുന്നത്. എല്ലാവർക്കും അറിയാം ഗരുഡൻ ഏത് ഇതിലെ കഥാപാത്രമാണ്, ഏത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ് എന്ന്. അതേപോലെ സാക്ഷാൽ മഹാത്മാഗാന്ധി മരിക്കുന്ന അവസരത്തിൽ ഹേ റാം ഹേ റാം എന്ന് വിളിച്ചുകൊണ്ടാണ് മരിച്ചതെന്ന് ഈ കോൺഗ്രസ്സുകാരെന്നെ പ്രചരിപ്പിക്കുന്നുണ്ട്. പിന്നെ അവരൊക്കെ എന്തിനാ ശ്രീരാമനെ പേടിക്കുന്നത്? ശ്രീരാമൻ്റെ പ്രതിഷ്ഠാ കർമ്മം നടത്തുന്നതിൽ സംശയത്തിന് എന്താണ് പ്രസക്തി? ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്നതും ശ്രീ ഫാറൂഖ് അബ്ദുള്ള പറഞ്ഞ പോലെ ഇന്ത്യയുടെ മുഴുവൻ സ്വത്തായ ശ്രീരാമൻ്റെ പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കുമ്പോൾ ഇന്ത്യയിൽ ഇപ്പോഴും രാഷ്ട്രീയ രംഗത്ത് പ്രസക്തമായ ഒരു പാർട്ടി ഭയപ്പെടുന്നത് എന്തിനാ എന്ന് മാത്രമല്ല, ഭയപ്പെടുന്നില്ലെന്ന് മാത്രമല്ല, ഏറ്റവും ചുരുങ്ങിയത് 2 സംസ്ഥാനങ്ങളെങ്കിലും വ്യക്തമായ തീരുമാനമെടുത്തു കഴിഞ്ഞു. ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി പറഞ്ഞു, ക്ഷണം കിട്ടിയാലും ഇല്ലെങ്കിലും ഞാൻ പോകും. ഇന്നിപ്പോൾ കർണാടകത്തിൽ മതകാര്യങ്ങൾക്കുള്ള മന്ത്രി പറഞ്ഞു, കർണാടകത്തിൽ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് പ്രതിഷ്ഠാ ദിനത്തിന് പ്രത്യേക പൂജകൾ. അപ്പോൾ ജനവികാരം ഒറ്റക്കെട്ടായി ഈ പ്രതിഷ്ഠാകർമ്മം ഭംഗിയാക്കുന്ന കാര്യത്തിൽ നിർവഹിക്കണമെന്ന് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള ജനങ്ങൾ ആഗ്രഹിക്കുമ്പോൾ എന്തിനാ കോൺഗ്രസ് ഒരു മറിച്ച നിലപാടെടുക്കുന്നത്? വളരെ പരിഹാസ്യമായ രീതിയിലേക്ക് അവർ തരം താഴ്ന്നത് എന്തിനാണ്? ഒറ്റ കാരണമേ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, ഒറ്റ കാരണമേ ഞാൻ കാണുന്നുള്ളൂ. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സുകാരുടെ 10 ജൻപത്ത് പാണക്കാടാണ്. ഡൽഹിയിൽ ചെന്നാൽ എല്ലാ കാര്യങ്ങൾക്കും 10 ജൻപത്തിൻ്റെ തിട്ടൂരം കിട്ടിയാലേ കോൺഗ്രസ് പ്രവർത്തകർക്ക് പ്രവർത്തിക്കാനാവും. കേരളത്തിൽ ആ സ്ഥാനം ഇപ്പോൾ പാണക്കാടാണ്. ആ പാണക്കാടിന് മുഷിച്ചിലുണ്ടാവുമോ എന്ന ഭയമാണ് കേരളത്തിലെ നേതാക്കന്മാർക്ക് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ വിഷമമുണ്ട്. പക്ഷേ പാണക്കാട് നയിക്കുന്ന ലീഗിൻ്റെ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ ആരെയും വിലക്കാൻ പോകുന്നില്ല. വാസ്തവത്തിൽ എനിക്ക് സന്തോഷമുണ്ട് പറയാൻ, അയോധ്യയിൽ ഡിസംബർ 6 നടന്ന സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ വളരെ പക്വമായ തീരുമാനമെടുത്ത ഒരു വിഭാഗമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ഒരു പ്രകോപനമുണ്ടാക്കാതെ ജനങ്ങളോട് ശാന്തരായിരിക്കാൻ പാണക്കാട്, മുസ്ലിങ്ങൾ മാത്രമല്ല ഹിന്ദുക്കളടക്കം ആദരിക്കുന്ന ശ്രീ പാണക്കാട് തങ്ങൾ ജനങ്ങളെ ഉത്ബോധിപ്പിക്കേണ്ടത് വളരെ വളരെ ശ്ലാഘനീയമായൊരു നിലപാടാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എന്തിനാ എൻ്റെ കോൺഗ്രസ് സുഹൃത്തുക്കൾ ഇതിന് ഭയപ്പെടുന്നത് മനസ്സിലാവുന്നില്ല. വോട്ടുകൾ ഹിന്ദുത്വത്തിന് അനുകൂലമായി എടുത്താൽ കിട്ടുമെന്ന ധാരണ മധ്യപ്രദേശിൽ പൊളിഞ്ഞു, രാജസ്ഥാനിൽ പൊളിഞ്ഞു, ഛത്തീസ്ഗഡിൽ പൊളിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് മെച്ചമില്ല. അപ്പോൾ പിന്നെ ഈ ഒരു അനിശ്ചിതത്വം ഉണ്ടാക്കുന്ന നിലപാട് ശക്തവും വ്യക്തമായൊരു നിലപാടെടുക്കാൻ ഇന്ത്യയിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ കക്ഷിക്ക് കഴിയുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം അവരുടെ ബലഹീനതയാണ്. സംഘടനാപരവും നേതൃപരമായ ബലഹീനമാണ്. കോൺഗ്രസ്സുകാർക്ക് ഇന്ത്യൻ വികാരങ്ങളോട് മതിപ്പില്ല, ഏകോപനമില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല.
കാരണം നിരീശ്വരവാദിയാണ് എന്ന് അവകാശപ്പെട്ടിരുന്ന സാക്ഷാൽ ജവഹർലാൽ നെഹ്റു തൻ്റെ ചിതാഭസ്മം ഗംഗയിൽ തന്നെ ഒഴുക്കണം, അത് അലഹബാദിൽ ഒഴുക്കണം എന്ന് വിൽപ്പത്രം എഴുതി വെച്ച ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് എത്രമാത്രം ഭാരത വികാരങ്ങൾ പങ്കുവെക്കാനുള്ള മനസ്ഥിതി ഉണ്ടായി എന്നുള്ളത് വളരെ വ്യക്തമാണ്. എനിക്ക് മനസ്സിലാകാത്തത് പിന്നെ എന്തിനാണ് നമ്മുടെ കോൺഗ്രസ് സുഹൃത്തുക്കൾ ഇങ്ങനെ ഭയപ്പെടുന്നത്? രാഷ്ട്രീയമായി ഉറച്ച നിലപാട്, ഇത് ഒരു മതപരമായ പ്രശ്നമാണ്, ഞങ്ങൾ പങ്കെടുക്കില്ല, അല്ലെങ്കിൽ ഇത് വ്യത്യസ്ത സംസ്ഥാനങ്ങളിലെ നേതാക്കന്മാർ തീരുമാനിക്കണം, ഏതെങ്കിലും ഒരു നിലപാട് അവരെടുക്കണ്ടേ? കാരണം ഇന്ത്യയിലെ ജനങ്ങളുടെ വികാരമാണ് രാമജന്മഭൂമിയിൽ ക്ഷേത്രം വരേണ്ടത്. നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ പരമോന്നത കോടതി പറഞ്ഞു, അവിടെ പള്ളി നിർമ്മിച്ചത് മണ്ണിലല്ല, പള്ളി നിർമ്മിച്ചത് നിലവിലുള്ള മറ്റൊരു കെട്ടിടത്തിന് മുകളിലാണ് എന്ന് വ്യക്തമായി സുപ്രീം കോടതി വിധി പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തിനാ മടിക്കണ്? അപ്പം ചുരുക്കത്തിൽ പണ്ടുണ്ടായിരുന്ന ക്ഷേത്രത്തിൻ്റെ നിർമ്മാണങ്ങൾ നശിപ്പിച്ച ശേഷമാണ് ബാബർ അവിടെ പള്ളി പണിത് എന്നുള്ളത് നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ കോടതിയുടെ കണ്ടെത്തൽ നിന്ന് വ്യക്തമാണ്. അപ്പോൾ മുസ്ലിം സഹോദരന്മാർ വരെ ഇത് അംഗീകരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പാണക്കാട്ട് തങ്ങളുടെ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്ത് താരതമ്യേന ലഘുവായ ഒരു സമീപനം. എന്നിട്ട് പോലും നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്കും നേതൃത്വത്തിനും ഇതിലൊരു തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല എന്ന് വാസ്തവത്തിൽ പരിഹാസ്യമാണ്, അങ്ങേയറ്റം പുച്ഛിക്കേണ്ട ഒരു നിലപാടാണ്. ഇനിയെങ്കിലും ജനങ്ങളുടെ വികാരത്തിനൊപ്പം നിൽക്കാൻ അവർ പഠിച്ചിട്ടില്ലെങ്കിൽ, ശ്രമിച്ചിട്ടില്ലെങ്കിൽ ജനവികാരം എന്താണെന്ന് മനസ്സിലാക്കാൻ അവർക്ക് കഴിയില്ല എന്ന് ഒരു വിലയിരുത്തേണ്ടി വരും ഈ രാജ്യത്തെ ജനങ്ങൾക്ക്.